അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. രാവിലെ ആയപ്പോൾ കുറച്ച് നടക്കാൻ തോന്നി, അതൊന്നും നടന്നില്ല. ഇന്നലത്തെ കാര്യങ്ങൾ അവള് പറഞ്ഞതുപോലെ കോളേജ് കുട്ടികളുടെ ഒരു കുസൃതിയായിട്ട് നമുക്കങ്ങ് വിട്ടുകളയാം. അല്ലാതെ ഒരിക്കലും അവളൊരു ചീത്തക്കുട്ടി ആവില്ല. അങ്ങനെയൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലും ഉണ്ട്. പക്ഷേ ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. ലോകത്തെ ഏറ്റവും സേഫ് എൻ്റെ വീടാണെന്ന് പറയാനും പറ്റില്ലല്ലോ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ അഭിമാനത്തിന്റെ കണക്ക് പറയുന്നവളാ പത്മ. ഇന്നലെ പത്മയുടെ അവസ്ഥ കണ്ടോ നീ? ദയനീയമായിരുന്നു. ഒരു പെൺകുട്ടിയെ നേരെ ചൊവ്വെ വളർത്താൻ കഴിയാത്തതിന്റെ വിഷമം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഞാനിനി ഒന്നും പറയുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ തന്നെ മതി. ഒരു കാര്യത്തില് എനിക്ക് ആശങ്കയുണ്ടടാ. നിത്യേന വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുക. നന്ദിനി വന്നതുകൊണ്ടാണ് അവളെ നീ വിവാഹം കഴിച്ചതിന്റെ ശാപമാണെന്നൊക്കെ പത്മ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാലും നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്നത് ഞാൻ കാണുന്നുണ്ട്. നീ സ്ഥിരം ചോദിക്കാറുള്ളത് പോലെ കുടുംബകാര്യങ്ങളിൽ അച്ഛൻ സൈലന്റാണ്. പത്മയുടെ ധിക്കാരവും ബഹളവും തന്നെയാണ് അവിടെ ജയിച്ചു നിൽക്കാറ്. പക്ഷെ അപ്പോഴൊക്കെയും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പെൺകുട്ടികളാരും പത്മയെ മറികടക്കില്ല. അത് തകർന്നു. അച്ഛൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ടടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. അത് വേണ്ട. അങ്ങനെ ഒരാൾ മാത്രമായിട്ട് സങ്കടങ്ങളായിട്ട് അലയണ്ട. ഒന്നിച്ചിരിക്കാം, നമുക്ക് ഒന്നിച്ച് നേരിടാം. വാച്ച, ഇന്നലെ അച്ഛൻ്റെ കൂടെ ഇരിക്കണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയപ്പോൾ ഞാൻ കഴിച്ചു പോയച്ചാ. ഒരല്പം നിയന്ത്രണം വിട്ട് കഴിച്ചുപോയി. അവളെൻ്റെ അനിയത്തിയല്ലേ. അവൾക്ക് വരുന്നൊരു മാനക്കേട് എൻ്റേതും കൂടിയല്ലേ. അച്ഛൻ വാ, വാ അച്ഛാ. അച്ഛാ, ഇന്നലത്തെ വിഷയങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് മറക്കുന്നു. വീട്ടിൽ ചെന്നാൽ പുതിയൊരു ദിവസം, അത്ര തന്നെ.